മലയാള ഭാഷ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് ആര്? കാൾഡൽ. മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുരാതന ലിഖിതം ഏത്? വാഴപ്പള്ളി ശാസനം. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവയുടെ കർത്താവാര്? ഹെർമൻ ഗുണ്ടർട്ട്. മലയാള ഭാഷ സ്വതന്ത്രമായി ഉരുത്തിരിഞ്ഞത് ഏതു നൂറ്റാണ്ടിലാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്? AD 9. മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത്? രാമചരിതം. ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജന്മദേശമേത്? ജർമ്മനി. കേരളപ്പഴമയുടെ കർത്താവാര്? ഗുണ്ടർട്ട്. മലയാളം ലിപി രൂപംകൊണ്ടത് ഏത് ലിപിയിൽ നിന്ന്? ഗ്രന്ഥലിപി. മലയാള ഭാഷ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ആദ്യകാല ലിപി ഏത്? ഭട്ടെഴുത്ത്. ആദ്യ ദ്രാവിഡവും സംസ്കൃതവും കലർന്ന ഭാഷാരൂപം അറിയപ്പെട്ടതെങ്ങനെ? മണിപ്രവാളം. മണിപ്രവാള സാഹിത്യത്തിലെ ലക്ഷണഗ്രന്ഥം ഏത്? ലീലാതിലകം. ഏറ്റവും പേരുകേട്ട മണിപ്രവാളം കൃതി ഏത്? ഉണ്ണിനീലി സന്ദേശം. മലയാള അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. മാപ്പിള സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏത്? അറബി മലയാളം. കൃഷ്ണഗാഥ രചിച്ച ചെറുശ്ശേരി ഏതു രാജാവിന്റെ സദസ്സിനായിരുന്നു? കോലത്തുനാട്ടിലെ ഉദയവർമ്മൻ. വഞ്ചിപ്പാട്ടുകളുടെ വൃത്തമേത്? നദോന്നത. കലക്കത്തു ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാർ. ആദ്യത്തെ തുള്ളൽ കൃതി ഏത്? കല്യാണ സൗഗന്ധികം, സീതങ്കൻ തുള്ളൽ. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശ കാവ്യകൃതി ഏതാണ്? ഉണ്ണിനീലി സന്ദേശം. കൃഷ്ണഗാഥ രചിക്കപ്പെട്ടിരിക്കുന്ന വൃത്തമേത്? മഞ്ചരി. ആരുടെ പ്രശസ്തമായ കൃതിയാണ് ജ്ഞാനപ്പാന? പൂന്താനം. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം ഏതാണ്? തിരൂർ. നളചരിതം ആട്ടക്കഥ രചിച്ചത് ആരാണ്? ഉണ്ണായി വാര്യർ. കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? രാമപുരത്തു വാര്യർ. വഞ്ചിപ്പാട്ടുകളിൽ ഉപയോഗിക്കുന്ന വൃത്തം ഏതാണ്? നദോന്നത. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരുടെ കൃതിയാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. മയൂര സന്ദേശം ആരുടെ കൃതിയാണ്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരള പാണിനീയം ആരുടെ കൃതിയാണ്? AR രാജരാജവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ വിലാപ കാവ്യം ഏതാണ്? ഒരു വിലാപം. മഹാകാവ്യങ്ങൾ ഒന്നും എഴുതാതെ തന്നെ മഹാകവി എന്ന ബിരുദം ലഭിച്ചതാർക്ക്? കുമാരനാശാന്. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവി ആരാണ്? വള്ളത്തോൾ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള കവി ആര്? G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ഓടക്കുഴൽ. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. സൂര്യകാന്തി, വിശ്വദർശനം എന്നിവ ആരുടെ കാവ്യങ്ങളാണ്? G. ശങ്കരക്കുറുപ്പ്. കേരള തുളസീദാസൻ എന്ന് പ്രസിദ്ധനായ കവിയാര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കൂട്ടുകൃഷി എന്ന നാടകം രചിച്ച മലയാള കവിയാര്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. രമണൻ എന്ന ആരണ്യക വിലാപകാവ്യം ആരുടേതാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ രചനയാണ്? NV കൃഷ്ണവാര്യർ. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ, ബഹദൂർ എന്നീ ചരിത്ര നോവലുകളുടെ കർത്താവാര്? CV രാമൻപിള്ള. മലയാളത്തിലെ ആദ്യത്തെ നോവലേത്? കുന്തലത. കുന്തലതയുടെ കർത്താവ് ആരാണ്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നത് ഏത്? ഇന്ദുലേഖ. ഇന്ദുലേഖ എന്ന നോവലിന്റെ കർത്താവാര്? O. ചന്തുമേനോൻ. മലയാളത്തിൽ നിന്നും രണ്ടാമതായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയതാര്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാട്ടിന് 1980 ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ഒരു ദേശത്തിന്റെ കഥ. ഐതിഹ്യമാല രചിച്ചത് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. മലയാളത്തിലെ ഏറ്റവും പ്രധാന നിഘണ്ടുവായ ശബ്ദതാരാവലി രചിച്ചതാര്? ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. സാഹിത്യരംഗത്ത് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും പ്രധാന ബഹുമതി ഏത്? എഴുത്തച്ഛൻ അവാർഡ്. ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് 1993 നേടിയതാര്? ശൂരനാട് കുഞ്ഞൻപിള്ള. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം 1991 നേടിയതാര്?
പാല നാരായണൻ നായർ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചതാര്? തോപ്പിൽ ഭാസി. 1977 ആദ്യത്തെ വയലാർ രാമവർമ്മ അവാർഡ് നേടിയതാര്? ലളിതാംബിക അന്തർജനം. മലയാളത്തിൽ നിന്നും ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയതാര്? ആർ നാരായണ പണിക്കർ. ആദ്യത്തെ മാതൃഭൂമി പുരസ്കാരം നേടിയതാര്? തിക്കൊടിയൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള ഇബ്സൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? എൻ കൃഷ്ണപിള്ള. കേരള സ്കോട്ട് ആരാണ്? CV രാമൻപിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരെല്ലാം? എഴുത്തച്ഛൻ, ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. ആധുനിക കവിത്രയം ആരെല്ലാമാണ്? കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വര അയ്യർ. വക്കീൽ, ഗുമസ്തൻ, താലൂക്ക് എന്നീ വാക്കുകൾ ഏതു ഭാഷയിൽ നിന്നും മലയാളം കടം കൊണ്ടതാണ്? അറബി ഭാഷയിൽ നിന്നും. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.